നമസ്കാരം പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ ഇങ്ങനെ ഇലക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോയി. എല്ലാവരും എന്ന് പറയാൻ കാരണം 2021 അപേക്ഷിച്ച് 2026 നോക്കുമ്പോഴേക്കും നോക്കുന്ന വർധനവെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ചെറിയ വർധനവൊന്നുമല്ല. 2021 രാവിലെ 11 മണി വരെ 26.3% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വോട്ടിംഗ്. അതായത് ഏകദേശം 1,65,00,000 വോട്ടർമാർ മാത്രമാണ് രാവിലെ 11 മണി വരെ ഉണ്ടായിരുന്നത് 2021. എന്നാൽ 2026 നിങ്ങൾ എടുത്തു നോക്കിക്കേ, ആ ശതമാനക്കണക്ക് 26 നിന്ന് 37%, അതായത് 11% വർധനമുണ്ടായി. വോട്ടർമാർ ഏകദേശം 2,13,00,000 വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് 11 മണിക്ക് ശേഷം നിങ്ങൾ 1 മണിക്ക് എടുത്ത് നോക്കുമ്പോൾ 2021 39.61% ആയിരുന്നെങ്കിൽ 2026 നോക്കുമ്പോൾ 56.81%. അതായത് തമിഴ്നാട് ഏറ്റവും മികച്ച പോളിംഗിലേക്ക് മുന്നോട്ട് പോവുകയാണെന്ന് പറയേണ്ടി വരും. ഉച്ചയ്ക്ക് 1 മണി വരെ ഏകദേശം 3,25,00,000 വോട്ടർമാരാണ് എത്തിയത് പോളിംഗ് ബൂത്തുകളിലേക്ക് എന്നത് പറയട്ടെ. വോട്ടിങ്ങുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ സംശയിക്കേണ്ടത്. 1, ഭരണവിരുദ്ധ വികാരം. 2, പുതിയ ട്രെൻഡ് രൂപപ്പെടുന്നു. സാധാരണയായി ഇലക്ഷനുകളിൽ സംസാരിക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ്. അതുപോലെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ആസാമിലായാലും ബീഹാറിലായാലും ഗുജറാത്തിലായാലും എവിടെയായാലും വോട്ടിങ്ങുകൾ കൂടുന്നുണ്ടെങ്കിൽ, അതും ഇത്രയും വലിയൊരു വോട്ട് കൂടുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫാക്ടറെ പ്രേക്ഷകരെ പറയാനുള്ളൂ, അത് തമിഴക വെട്രിക്കഴകമാണ്. അത് തമിഴക വെട്രിക്കഴകം ലീഡ് ചെയ്യുന്ന വിജയമാണ്. 2 വർഷവും 2 മാസവും മാത്രം പ്രായമുള്ള തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി 2024 ഫെബ്രുവരി രൂപം കൊണ്ട പാർട്ടി ഇന്നിതാ 2026 ഏപ്രിൽ മാസത്തിൽ അവസാനം എത്തി നിൽക്കുമ്പോൾ ആ പാർട്ടി വന്ന വഴി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ രാഷ്ട്രീയത്തെ തന്നെ, തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് ഇത് മൊത്തത്തിൽ മാറിയില്ലേ എന്നതും കൂടിയാണ് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അതായത് വിജയ് ഉണ്ടാക്കിയിരിക്കുന്ന ഓളം, വിസിൽ ചിഹ്നത്തിൽ തമിഴക വെട്രിക്കഴകം ഉണ്ടാക്കിയിരിക്കുന്ന ഓളത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. വിജയ് മുഖ്യമന്ത്രിയാകും എന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് 8 ആക്കി മടക്കി കീറി വയ്ക്കാം. പക്ഷേ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഓളം, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതിരാവിലെ തന്നെ താരങ്ങൾ എല്ലാവരും എത്തി. സൂപ്പർ താരം രജനീകാന്ത് എത്തി, വിജയ് എത്തി, തല അജിത്ത് എത്തി, സൂര്യ എത്തി, പ്രധാനപ്പെട്ട താരങ്ങളെത്തി. മലയാളിയായ ജയറാമും കാളിദാസ് ജയറാമും ഒപ്പമെത്തി. കമൽഹാസനും മകൾ ശ്രുതി ഹാസനും കൂടിയാണ് ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. കുടുംബസമേതം താരങ്ങളെത്തി, വോട്ടിട്ടു. ഈ വോട്ടിൽ നിന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലും അവിടെ എല്ലാവരും കൂടി ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടെ ഒരു സെലിബ്രിറ്റി രാഷ്ട്രീയമാണല്ലോ സംഭവിക്കുന്നത്. സ്റ്റാലിൻ്റെ DMKയും അണ്ണാ DMKയും തമ്മിലല്ലല്ലോ മത്സരം. ഇതൊരു ത്രികോണ മത്സരമായിട്ട് പലയിടത്തും മാറുന്നുണ്ട്. TVK ശക്തമായ സാന്നിധ്യം നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടിയാണെന്ന് ഓർക്കണം. തമിഴക വെട്രിക്കഴകത്തിൻ്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം എന്താണെന്ന് അറിയാവോ? പോളിംഗ് ബൂത്തുകൾ, അതായത് ബൂത്ത് പോൾ ചെയ്യാനുള്ള സമയം ഇനിയും കൂട്ടണമെന്നാണ്. 2 മണിക്കൂറെങ്കിലും കൂട്ടി നിൽക്കണമെന്നാണ് പറയുന്നത്. അതായത് വിജയ് എന്ന വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന കോൺഫിഡൻസിനെ പറ്റിയുമാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വിജയുടെ വരവ് ഇനിയും നമുക്ക് ചുമ്മാ അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്നില്ല. മെയ് 4-ാം തീയതി ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഒരു വലിയ തരംഗം തന്നെയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. അത് വിജയ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളായ തിരുച്ചിറപ്പള്ളി ഈസ്റ്റും പെരമ്പൂരും മാത്രമല്ല, ഈ സംസ്ഥാനമൊട്ടാകെ തന്നെ, തമിഴ്നാട്ടിലൊട്ടാകെ തന്നെ ആ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി അങ്ങൊരു ഒരു സീലടിച്ച് വെച്ചേക്കുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആ സീലടി വിജയ്ക്ക് എത്രമാത്രം ഉറപ്പിക്കാൻ കഴിയും, എത്ര സീറ്റുകൾ ഉറപ്പിക്കാൻ കഴിയും, വോട്ട് ഷെയർസ് എത്രമാത്രം കൂട്ടാൻ കഴിയുമെന്നുള്ള സ്വാഭാവികമായ ചോദ്യത്തിലും കൂടിയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ സിനിമാ താരങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ പോലും 10 വർഷം DMKയിൽ MLA ആയിട്ട് നിന്ന MGR പിന്നീട് സ്വതന്ത്രമായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചു, അണ്ണാ DMK. അവിടെ നിന്ന് 30% വോട്ട് ഷെയർ കിട്ടി. അതിനുശേഷം 10 വർഷം DMK MLA ആയതിനു ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തതെന്നും കൂടി ഓർക്കുക. അതായത് DMK MLA ആയിട്ട് MGR 10 വർഷം നിന്നതിന് ശേഷം അണ്ണാ DMKയുമായിട്ട് വന്ന് 30% വോട്ട് ശതമാനം കൂട്ടി. അതായത് 10 വർഷത്തെ എക്സ്പീരിയൻസ് MGRന് രാഷ്ട്രീയത്തിലുണ്ട്, MLA ആയിട്ടുണ്ട് എന്നതുകൂടി ഓർക്കണം. അതിനുശേഷം വിജയകാന്തിന് കിട്ടിയ വോട്ട് ഷെയർ എത്രയാണെന്ന് അറിയാവോ? 8%. അതായത് സ്വന്തമായിട്ട് ഒരു പാർട്ടി തുടങ്ങിയിട്ട് MNM, അതായത് എന്താണ് ആ MNM എന്ന് പറയുന്നത്? കമൽഹാസൻ്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യമാണ്. ആ പാർട്ടി രൂപീകരിച്ചിട്ട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാലോ. അത് അട്ടപ്പടലം താഴെ പോയി. അവസാനം ഈ MNM എടുത്ത് DMKയിലൊപ്പം ചേർന്നിട്ട് കമൽഹാസൻ ഇപ്പോൾ രാജ്യസഭാ MP ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അതായത്
MGRന് മുകളിൽ വിജയ് എന്നോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്നുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണമെന്നോ അല്ല പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും പരിചയസമ്പന്നതയില്ല, അത് കുടുംബത്തിൽ അങ്ങനെ ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ആയുധങ്ങളുമില്ലാത്ത അങ്ങനെ ഒരു വ്യക്തിയോ വേറെ ഇല്ലാതിരിക്കുന്ന സി ജോസഫ് വിജയ് എന്നുള്ളൊരു അഭിനേതാവ് ഇവിടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഓളത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആദ്യം വിജയ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, വിജയ് ഒരു മണ്ഡലത്തിൽ വരുമ്പോഴേക്കോ അല്ലെങ്കിൽ ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്, ഒരു നേതാവിനെ അല്ല, ഒരു സിനിമാ താരത്തെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അത് പോകെ പോകെ തനിയെ വഴിയെ മാറുന്നത് എന്താണ്, വിജയ് ഓരോ മണ്ഡലങ്ങളിലും പോയിട്ട് പ്രസംഗിക്കുമ്പോഴും അവിടെ ഓരോ സമ്മേളനങ്ങൾ കൂടുമ്പോൾ പോലും ആളുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നതില്ല. ആളുകൾ വീണ്ടും വീണ്ടും വിജയെ കാണാൻ വേണ്ടി എത്തുകയാണ്. അതിപ്പോൾ കന്യാകുമാരി ആയാലും പെരമ്പൂർ ആയാലും തൃച്ചി ആയാലും മധുരയായാലും എവിടെയായാലും തഞ്ചാവൂരായാലും കരൂറിലായാലും എവിടെ പോയാലും വിജയ്ക്ക് അതേ രീതിയിലുമുള്ള ആവേശമുണ്ട്. സിനിമാ താരങ്ങളെ തമിഴ്നാട് ജനത തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന കാഴ്ച നമ്മളിത് ആദ്യമായിട്ടൊന്നുമില്ല കാണുന്നത്. അതിൽ ഭൂരിപക്ഷം പ്രത്യേകിച്ച് യുവാക്കളുടെ വോട്ടുകൾ വിജയ്ക്ക് നീങ്ങിയാലും അതിൽ അത്ഭുതപ്പെടാനുമില്ല. ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാവായ അണ്ണാമലൈ പോലും പറയുന്നത് യൂത്തിനിടയിൽ വിജയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഓളമുണ്ട്, ചിലപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുമുണ്ട്. അവിടെയാണ് അണ്ണാ DMKയ്ക്കും ഒരു വിഷമം വരുന്നത്. വോട്ട് കൂടുന്നതനുസരിച്ച് DMKക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമാണ് വരുന്നതെങ്കിൽ അണ്ണാ DMKയ്ക്ക് പോലും കിട്ടേണ്ട വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് TVKയ്ക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നിർണായക കക്ഷിയായി ഭരണം ആര് നടത്തണം എന്നുള്ള നിർണായക കക്ഷി തീരുമാനമായിട്ട് പോലും TVK മാറിയാൽ അത്ഭുതപ്പെടരുത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പോളിംഗ് ശതമാനം വർധനവ് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രെൻഡുകൾ കൂടുന്നുണ്ട്, ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. അത് വിജയ് എന്ന വ്യക്തി ഉണ്ടാക്കിയെടുത്തോളം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. ഒന്നുകിൽ DMK ഭരണത്തിന് ശക്തമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ള രീതിയിലേക്കും ചിലപ്പോൾ മാറാം, അല്ല DMKയുടെ ഭരണം ഇനിയും വേണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്തുമാകാം. പക്ഷേ ഈ വോട്ട് ശതമാന പെർസെൻറ്റേജ് കൂടുന്നത് ഭരണവിരുദ്ധ വികാരമായിട്ട് സാധാരണയായി വിലയിരുത്തുന്നെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം അല്ല നിൽക്കുന്നത് എന്നതും കൂടി പറയണം. കാരണം 2016, 2021 എന്ന രണ്ട് സമയത്ത് നമ്മൾ എടുത്തു നോക്കണം. ആദ്യമായി കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നത് 2021 അപ്പോഴും പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ഇടതുപക്ഷം തന്നെയാണ് വീണ്ടും അധികാരത്തിലേക്ക് വന്നത്. സോ വോട്ടിംഗ് കൂടിക്കഴിഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരമാണെന്നുള്ള ചിന്ത ഉണ്ടാവരുത്. പക്ഷെ തമിഴ്നാട്ടിൽ ജനങ്ങൾ എല്ലാവരും ചേർന്ന് വോട്ട് ചെയ്ത് ഇത്രയും വലിയൊരു മാസീവ് പെർസെൻറ്റേജ് വർധനവ് പകൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഒരു പക്ഷേ ജനങ്ങൾ മാറി ചിന്തിക്കുകയാണോ, മാറ്റിക്കുത്താൻ സാധ്യതയുള്ളൂ, വിസിൽ ചിഹ്നത്തിലേക്ക് ആളുകൾ മാറുമോ, അല്ലെങ്കിൽ അണ്ണാ DMKയ്ക്ക് ആളുകൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുമോ എന്നുള്ള ചോദ്യവും കൂടി നിൽക്കുന്നൊരു പശ്ചാത്തലത്തിലും കൂടി ഉള്ളത്. സോ അവിടെ നിന്നുകൊണ്ടാണ് TVK എന്ന പാർട്ടി ഉണ്ടാക്കിയെടുത്ത ഓളം. അത് വിജയ് എന്ന ബ്രാൻഡിൽ നിന്ന്, വിജയ് എന്ന ഒരു വ്യക്തിയല്ല, വിജയ് ഒരു ബ്രാൻഡാണ്. അത് നമുക്ക് അങ്ങനെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. വിജയ് എന്ന ബ്രാൻഡ് ഇത്രയും നാളായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന വഴികളും കൂടി ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വിജയ് നായകനായി എത്തിയ സിനിമയാണ് സർക്കാർ. AR മുരുകദോസാണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. സർക്കാരിൽ എന്തായിരുന്നു വിജയ് മുന്നോട്ട് വെച്ച കഥ എന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടോ? സർക്കാരിൻ്റെ കഥ എന്താണ്? എനിക്ക് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഇപ്പോൾ കാണുമ്പോൾ സർക്കാർ സിനിമയുടെ കഥയായിട്ടാണ് ഓർമ്മ വരുന്നത്. അതായത് അവിടെ വിജയും ചുറ്റും നിൽക്കുന്ന കുറേ പേരും ചേർന്നിട്ട് ഇലക്ഷൻ മത്സരിച്ച് അവിടെ ഉണ്ടായിരുന്ന റൂളിംഗ് പാർട്ടിയെ താഴെ ഇടുന്ന സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണ്. വിജയ് അല്ലാതെ ബാക്കിയുള്ള മത്സരിക്കുന്നവരാരെയും വലിയ രീതിയിലുള്ള ആളുകൾക്കൊന്നും അറിയത്തില്ല, പക്ഷേ അവർ എക്സലൻസ് ഇൻ അവരുടെ പ്രൊഫഷനിൽ അവർ എക്സലൻ്റ് ആണ്. അതേ രീതിയിൽ സോഷ്യൽ വർക്കേഴ്സ്, പല രീതിയിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ വിജയ്ക്കൊപ്പമുണ്ട്. അവർക്കൊക്കെ വോട്ടുകൾ കിട്ടാം. അവരൊക്കെ ചിലപ്പോൾ 2ാം സ്ഥാനത്ത് വരാം, ചിലപ്പോൾ 1ാം സ്ഥാനത്തേക്ക് വരാം. അതുകൊണ്ട് ഇത് വിജയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അങ്ങനെ ഒരു ധാരണയാണുള്ളത്. TVK എന്നാൽ വിജയാണ്. അല്ല, അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയും കൂടിയാണ്. വിജയാണ് നമുക്ക് നോൺ ഫേസ്, വിജയാണ് സെലിബ്രിറ്റി എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി അവിടെ നിൽക്കുന്ന പല കാൻഡിഡേറ്റ്സും, ഇപ്പോൾ ഒരിടത്തൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്, ബാക്കിയുള്ള എല്ലായിടത്തും TVK അവരുടെ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ആ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യുന്നതിൽ പലർക്കും പല രീതിയിലുമുള്ള ഗുണകരമായ രീതിയിലുള്ള അഭിപ്രായങ്ങളുമുണ്ട്. അതെല്ലാം വോട്ട് പെട്ടിയാക്കി ബാലറ്റ് പെട്ടിയിലേക്ക് നീക്കാനുള്ള സാധ്യതകളും കാണാം. അവിടെ നിന്നുകൊണ്ടാണ് TVKയ്ക്ക് ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. വോട്ട് ശതമാനം കൂടുതൽ നമുക്ക് ഒരിക്കലും ഇല്ലയെന്ന് പറയരുത്. കാരണം ഒരു മണിക്കൂറിൽ ഏകദേശം 56.81% വോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എണ്ണം പറയുകയാണെങ്കിൽ 3,25,76,723 പേരാണ് തമിഴ്നാട്ടിൽ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നത്. അതും ചെറിയ നമ്പറല്ല. അവിടെ നിന്നുകൊണ്ട് പിന്നെയും ഉണ്ടാക്കാൻ കഴിയുന്ന ഓളം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജനങ്ങൾ കരുതിക്കൂട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ 2 കാര്യങ്ങൾ: അവർക്ക് ഈ ഭരണം മടുത്തു, അല്ലെങ്കിൽ ഒരു പുതിയ ട്രെൻഡിന് പിന്നാലെ. എന്താണെന്നത് മെയ് 4-ാം തീയതിക്ക് വരെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ സ്റ്റാലിൻ കൃത്യമായിട്ട് തന്നെ
മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം DMKയുടെ തുടർ ഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഉദയനിധിയും അത് തന്നെയാണ് വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞത്. DMK കോൺഫിഡൻ്റ് ആണ്, TVKയും നല്ല കോൺഫിഡൻ്റ് ആണ്. മുന്നണി പാർട്ടികൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മെയ് 4-ാം തീയതി ഇവർ വെയിറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ ഒരു കാര്യവും കാണുന്നില്ല. സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ആൻറ്റി ക്ലൈമാക്സ് ട്വിസ്റ്റ് ഈ രാഷ്ട്രീയത്തിൽ സംഭവിച്ചാൽ അത്ഭുതപ്പെടരുത് പ്രേക്ഷകരെ, കണക്ക് കൂട്ടിയിരുന്നു, പുതിയ ട്രെൻഡ് വരവായി.